ഈ ഖബറടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. രാവിലെ ബന്ധുക്കൾ എന്തായാലും ഈ മൃതദേഹം ഖബറടക്കുന്നതിൻ്റെയും മറ്റും തിരക്കുകളിലായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ പരാതിയുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. വൃന്ദ. ശരി റിയാസ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം പിന്നോട്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷമേ തീരുമാനമുണ്ടാകൂ. അതേസമയം കളക്ടറുടെ ഉത്തരവിനെതിരെ ഗോപൻ സ്വാമിയുടെ കുടുംബം ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഗോപൻ സ്വാമിയുടെ ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടെ കോടതിയെ അറിയിക്കുമെന്ന് കുടുംബം. വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, നെയ്യാറ്റിൻകര വിവാദമായ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? ഈ കല്ലറ പൊളിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ടോ? വിവരങ്ങൾ. നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമായിട്ട്, ഒരു വർഗീയ പ്രശ്നമായിട്ട് മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ കുടുംബത്തിനെ പിന്താങ്ങിക്കൊണ്ട് പുറത്തുനിന്ന് മറ്റ് സംഘടനാ പ്രതിനിധികളും മറ്റ് നാട്ടുകാരും ഒക്കെ തന്നെ വന്നതോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയതും കല്ലറ തുറന്നു ഉള്ള പരിശോധനയ്ക്ക് കഴിയാതിരുന്നതും. എന്തായാലും കുടുംബം നിലവിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെ വാദമുഖങ്ങളാണ് അവർ നിരത്തുക എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഈ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം പറഞ്ഞുകൊണ്ടിരുന്ന മൊഴികളിലൊക്കെ തന്നെ ഒരു അവ്യക്തതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു, ആരോഗ്യപരമായിട്ട് മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മക്കൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഒരു ബന്ധുവിന്റെ മൊഴി വരുന്നത്. അദ്ദേഹത്തിന് കിടപ്പായിരുന്നു, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു എന്നുള്ള മൊഴിയാണ് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മൊഴികളിലെ വൈരുദ്ധ്യം കൂടിയാണ് ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും അടക്കം സംശയം ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും രോഗകാരണം പറഞ്ഞുകൊണ്ടായിരിക്കും ഹൈക്കോടതിയെ കുടുംബം സമീപിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആശ്വാസകരമായ ഒരു വാർത്തയാണ്. നേരത്തെ തന്നെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു കല്ലറ പൊളിക്കുന്ന നീക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും കടക്കും. ക്രമസമാധാനത്തെ ചൊല്ലിയുള്ള അത് നേരിടേണ്ട അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി നേരിടേണ്ടതായിട്ട് വരുമായിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായതിനു ശേഷം കോടതിയുടെ ഒരു സമ്മതം, അനുവാദത്തോടു കൂടി കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങൾ എടുക്കാനാണ് നിലവിൽ ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ കല്ലറ പൊളിച്ചാൽ മാത്രമേ കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ, അതിനകത്ത് ഈ ഗോപന്റെ മൃതദേഹം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അഥവാ മൃതദേഹം കല്ലറയ്ക്കകത്ത് തന്നെയാണെങ്കിൽ അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിച്ചതിനു ശേഷം മാത്രമേ കൊലപാതകമാണോ അതോ രോഗകാരണമാണോ മരണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നാട്ടുകാരും മറ്റു ബന്ധുക്കളും ഒക്കെ തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്ന തരത്തിലുള്ള മൊഴികളും സംശയങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കല്ലറ പൊളിക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അനിവാര്യമായ ഘടകമാണ്. ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ കല്ലറ പൊളിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് സ്വന്തം നിലയിൽ അത് കല്ലറ പൊളിച്ചുള്ള പരിശോധനയോ മറ്റ് നടപടികളിലേക്കോ കടക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിലവിൽ കഴിയാത്ത ഒരു സാഹചര്യം ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം ഇനി ഹൈക്കോടതിയെ സമീപിക്കുന്ന പശ്ചാത്തലത്തിൽ കോടതിയുടെ അനുവാദത്തോടുകൂടി കോടതി എന്താണോ പറയുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് നടപടികളിലേക്ക് നീങ്ങാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആദ്യ ദിനങ്ങളിൽ ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച നാട്ടുകാർ പലരും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അതൊരു വർഗീയ പ്രശ്നമായിട്ട്, ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമായിട്ട് അതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അത് ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല മറ്റ് സംഘടനാ പ്രതിനിധികൾ അടക്കം ആ സ്ഥലത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് ശേഷം ഇവരെ പിന്താങ്ങിക്കൊണ്ട് കല്ലറ പൊളിക്കരുത് എന്ന് പറഞ്ഞു വന്ന സംഘടനാ പ്രതിനിധികളെ കൂടി കാര്യങ്ങൾ വിശദീകരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക. വൃന്ദ.
തീർച്ചയായും വലിയൊരു സമൂഹം തന്നെ, നാട്ടുകാർ അടക്കം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുമായി അതല്ലെങ്കിൽ ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാനിടയായിട്ടുണ്ട്. ഈ കുടുംബം ഇപ്പോഴും ഈ ഒരു കല്ലറ പൊളിക്കരുത് എന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലേ? തീർച്ചയായിട്ടും. അതായത് മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അദ്ദേഹം സമാധിയായി എന്നുള്ളതാണ്. നാട്ടുകാരെയും മറ്റു ബന്ധുക്കളെയും എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ മരണവിവരം അറിയിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം സമാധിയായി. അത് നാട്ടുകാരെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ വിളിച്ചറിയിക്കുന്ന സമയത്ത് അതെന്താണ് ഉദ്ദേശിച്ചത് അത് നടക്കാതെ പോകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. വിശ്വാസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ കേൾവിയില്ലാത്ത വാദങ്ങളാണ് ഈ അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മുഖവിലേക്ക് എടുത്ത് മറ്റു നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പറയുന്ന കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ കുടുംബം, ഈ മക്കളും ഭാര്യയും പറയുന്ന കാര്യത്തിലായാലും മറ്റ് നാട്ടുകാർ പറയുന്ന കാര്യത്തിലായാലും ഈ മൊഴി നൽകിയ ബന്ധു പറയുന്ന കാര്യത്തിലായാലും ഒക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ അദ്ദേഹം തന്റെ പിതാവ് സ്വയം നടന്നു പോയി സമാധിയായി എന്നുള്ളതാണ് മകൻ പറയുന്ന മൊഴി. പക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിൽ നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം കിടപ്പിലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഈ സമാധിയായി എന്ന് മക്കൾ പറയുന്ന ദിവസം അദ്ദേഹത്തെ വീടിന് പുറത്തു വെച്ച് കണ്ട ബന്ധുവുണ്ട്. അത്തരത്തിൽ മൊഴികളിലൊക്കെ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗോപൻ എന്ന വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളത്? ഈ കല്ലറയ്ക്കകത്ത് ഗോപൻ ഉണ്ടോ, അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിനൊരു സംശയമുണ്ട്. പക്ഷേ പല രീതിയിൽ ഈ ഒരു ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അവരൊരിക്കലും ഈ കല്ലറ പൊളിക്കുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇനി അഥവാ അത്തരത്തിൽ അവർ സമ്മതിക്കണമെങ്കിൽ അതിനിപ്പോൾ ഹൈക്കോടതിപരമായിട്ട് നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നിലവിൽ കുടുംബം തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കൂടി വരട്ടെ, അതുവരെ കാക്കാം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അത് ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം സ്വന്തം നിലയ്ക്ക് ഒരുപക്ഷെ തീരുമാനം എടുത്ത് അത്തരത്തിൽ കല്ലറ പൊളിക്കുകയും അതിനകത്ത് ഈ കുടുംബം പറഞ്ഞതുപോലെ അദ്ദേഹം ഉണ്ട്, മറ്റ് കാരണമൊന്നും മരണത്തിന് പിന്നിൽ ഇല്ലെങ്കിൽ അത് ജില്ലാ ഭരണകൂടത്തിന് എതിരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല അത് മതത്തെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചെന്നടക്കമുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അത് മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുപോകും എന്നതും ജില്ലാ ഭരണകൂടത്തിന്റെ ഉള്ളിലുള്ള ഒരു ഭയമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതി ഇടപെടട്ടെ, അതുവരെ കാക്കാം എന്നുള്ളതാണ് സബ് കളക്ടറുടെ അടക്കം തീരുമാനം, പോലീസിന്റെ അടക്കം തീരുമാനം. ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് ശേഷം ഈ പോലീസിന്റെ അടക്കം ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും കോടതിപരമായിട്ട് കല്ലറ പൊളിക്കുന്നതിനുള്ള അനുമതി തേടുകയും ചെയ്യാം എന്നുള്ളതാണ് പോലീസിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും സബ് കളക്ടറുടെ അടക്കം ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതുവഴിയായിരിക്കും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുക. ശരി, തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം പിന്നോട്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷമേ തീരുമാനമുണ്ടാകൂ. അതേസമയം കളക്ടറുടെ ഉത്തരവിനെതിരെ ഗോപൻ സ്വാമിയുടെ കുടുംബം ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഗോപൻ സ്വാമിയുടെ ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ കോടതിയെ അറിയിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നു. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി. മറ്റു വാർത്തയിലേക്ക്. പത്തനംതിട്ട പീഡന കേസിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. വിദേശത്തുള്ള പ്രതികളെ പിടികൂടാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് തീരുമാനം. 2 ദിവസത്തിനുള്ളിൽ ശേഷിക്കുന്ന 10ഓളം പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇന്നലെ രാത്രി വരെ 5 ദിവസത്തിനുള്ളിൽ 44 പേരാണ് പിടിയിലായത്. പന്തളം, മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. 29 എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി അടൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു.